നിങ്ങളുടെ കൈയിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു മുഴ പോലെ പൊന്തി നിൽക്കുന്നുണ്ടോ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോപ്പൈ സൈൻ എന്തെന്നാണ്. അപ്പോൾ ഈ ബൈസെപ്സ് ടെൻഡൻ റപ്ചർ ആവുന്നതിനെയാണ് നമ്മൾ പോപ്പൈ സൈൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ബൈസെപ്സ് ടെൻഡൻ? നമ്മുടെ മസിലില്ലേ, ഇങ്ങനെയൊക്കെ പിടിക്കുന്ന മസിലില്ലേ ബൈസെപ്സ് എന്ന് പറഞ്ഞിട്ട്, അത് ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ ടെൻഡൻ ഇവിടെ നിന്ന് ഇവിടം വരെയാണ് വരുന്നത്. അപ്പോൾ ഈ ഷോൾഡറിൽ നിന്ന് അത് പൊട്ടി ഇങ്ങനെ താഴോട്ട് വലിഞ്ഞ് ഇങ്ങനെ മുഴ പോലെ നിൽക്കുന്നതിനെയാണ് നമ്മൾ പോപ്പൈ സൈൻ എന്ന് പറയുന്നത്. നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടറല്ലേ പോപ്പൈ, അയാളുടെ കൈ പോലെ ഇരിക്കുന്നു, അതാണ് പോപ്പൈ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പേടിക്കേണ്ട കാര്യമല്ല. നമ്മൾ എന്തെങ്കിലും ഒരു അഗ്രസീവായിട്ട് എന്തെങ്കിലും പൊന്തിച്ചപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു ടക്കുന്നൊരു സൗണ്ട് കിട്ടുക താഴേക്ക് വന്നതായിരിക്കാം. പക്ഷേ ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ നമ്മുടെ അതായത് സ്ട്രെങ്ത് ഒരുപാട് കുറയുന്നില്ല, അങ്ങനെ മുഴ പോലെ പൊന്തി നിൽക്കുന്നല്ലാതെ വേറെ കുഴപ്പങ്ങൾ നമുക്ക് അനുഭവപ്പെടില്ല. അത് കാരണം തന്നെ ഇതിന് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് റെസ്റ്റും ഐസ് പാക്ക് ആപ്ലിക്കേഷനും കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ തിരിച്ചു കിട്ടാൻ സാധിക്കും. അപ്പോൾ വളരെ ചുരുക്കം ചിലരിൽ മാത്രമേ നമുക്ക് അതിൻ്റെ സർജറി ആവശ്യം വരാറുള്ളൂ. റിവേഴ്സ് പോപ്പൈ സൈൻ എന്താണ്? ഇവിടുന്ന് പൊട്ടി വന്ന് താഴോട്ട് നിൽക്കുന്നതാണ് പോപ്പൈ സൈൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ താഴെയുള്ളിൽ നിന്ന് പൊട്ടി മേലോട്ട് പൊന്തി നിൽക്കുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് പോപ്പൈ സൈൻ എന്ന് പറയുന്നത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനാണ്. അതിന് നമുക്ക് ചിലപ്പോൾ സർജറി വേണ്ടി വന്നേക്കാം, കാരണം നമ്മളുടെ സ്ട്രെങ്ത് കുറയുന്നതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ. അപ്പോൾ റിവേഴ്സ് പോപ്പൈ സൈനിനെ കുറിച്ച് ഇനിയൊരു വീഡിയോയിൽ നമുക്ക് ഫുള്ളായി ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ചാനൽ ഫോളോ ചെയ്തോളൂ.